ഹായ് നമസ്കാരം. നമ്മുടെ ഈ സെപ്റ്റംബർ മന്ത് IPOയുടെ മന്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒരുപാട് IPOs വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഓൾമോസ്റ്റ് 18ഓളം IPOs ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഇല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവാൻ നമ്മളെ അസറ്റ് അപ്രീസിയേഷൻ കിട്ടാനുള്ള സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. IPO മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കുക, കിട്ടുവാണെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് GK എനർജി. അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 30% ഉണ്ടായിരുന്നു അതിൻ്റെ GMB. അതിപ്പോൾ ഒരു 50% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്തൊരു GMB തന്നെയാണ്. 23-ാം തീയതിയാണ് അതിൻ്റെ ഫൈനൽ ഡേറ്റ്. 23-ാം തീയതി തീരുന്നത്. സാത്വിക് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞൊരു IPO ഇവിടെ ഉണ്ട്. അതും അതിൻ്റെ GMB വളരെ കുറവാണ്, ഒരു 3% ഉള്ളൂ. പക്ഷെ അത് അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കായിട്ട് ഞാൻ വാല്യൂഷൻ ഫീൽ ചെയ്തതാണ്. നമുക്ക് നോക്കാം. അടുത്ത് 24-ാം തീയതി തീരുന്ന അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു GMB പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത്. ഒരു 20% GMB അതിനകത്ത് ഉണ്ട്. സോ അത് അത്യാവശ്യം നല്ലതാണ്. ഹൈ വാല്യൂഷൻ എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നീട് 25-ാം തീയതി ഒരു സോളാർ വേൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു IPO വരുന്നുണ്ട്. പിന്നെ ഒരു ആനന്ദരതി. അപ്പോൾ സോളാർ വേൾഡിന് ഒരു 20% GMB അവിടെ ഉണ്ട്. ആനന്ദരതിക്ക് ഓൾമോസ്റ്റ് 5% ഉണ്ട്. പിന്നെ ഒരു ഷെൻഷായ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അതൊരു 25% ആണ് അതിൻ്റെ GMB കാണിക്കുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത കുറച്ച് കമ്പനീസാണ്. ഇതല്ലാണ്ട് വീണ്ടും ഒരു 3-4 കമ്പനീസ് ആ സമയത്ത് IPOയിൽ വരുന്നുണ്ട്. പിന്നെ 26-ാം തീയതി ഒരു ഇപാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി വരുന്നുണ്ട്. അത് ഒരു 10% ഒരു റിവാർഡ് മാത്രമേ അതിനകത്ത് ഇപ്പോൾ കറൻ്റ് കാണിക്കുന്നുള്ളൂ. അടുത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻകുഷൽ എന്ന് പറഞ്ഞിട്ട് കാർഡിയ കെയറിൻ്റെ ഒരു കമ്പനിയാണ്. ആ കമ്പനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഈ ഉള്ളതിൽ ഏറ്റവും വാല്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് അസറ്റ് അപ്രീസിയേഷൻ തരാൻ സാധ്യതയുള്ള ആ ഒരു കമ്പനിയാണ്. ഇപ്പോൾ അതിൻ്റെ GMB എന്ന് പറയുന്നത് 40% GMB കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കമ്പനി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ഇടാം. ജിൻകുഷലൊക്കെ വരട്ടെ. അപ്പോൾ അതിൻ്റെ ടൈമിൽ ഇടാം. അത് അപ്ലൈ ചെയ്യേണ്ടത് 26 to 29 ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ IPOs കിട്ടുന്ന പ്രോസസ്സ് കിട്ടാൻ കുറച്ച് പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ കിട്ടിയാൽ നല്ല അസറ്റ് നമുക്ക് അപ്രിസിയേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നോക്കുക. അവസാനത്തെ ദിവസത്തെ GMB അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റോക്കുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത IPOs ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.